വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ സഹോദരങ്ങളെ, ശൈഖുനാ എം.ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, SKSF-ന്റെ പ്രവർത്തകരെ, ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ഉസ്താദിന്റെ നേതൃവൈഭവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കേണ്ട ഒരു സന്ദർഭം അല്ല ഇത്. സമയം വളരെ വൈകിയിരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഉസ്താദിന്റെ നേതൃവൈഭവത്തിന്റെ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സമസ്തയുടെ ആസ്ഥാന നഗരിയിലാണ്. പ്രത്യേകിച്ച് സുപ്രഭാത ദിനം പത്രം വന്നതോടുകൂടി സുപ്രഭാതവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഗ്രൗണ്ട് അറിയപ്പെടുമ്പോൾ ആദ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കകത്ത്, സമസ്തയുടെ മുഷാവറക്കകത്ത് ഒരു പത്രം വേണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച 1997 മുഷാവറയുടെ മിനിറ്റ്സില്, മുഷാവറയില് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു സ്വന്തമായി ഒരു പത്രം വേണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച വന്നു. ആദ്യമായി തുടക്കം കുറിക്കുന്നത് ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് മുഷാവറക്ക് നൽകുന്ന ഒരു കത്തിലൂടെ. അതുപോലെ തന്നെ അത് അദ്ദേഹത്തിന്റെ ഒരു ആ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു താല്പര്യം, പിന്നീട് കുറെ നിരന്തരമുള്ള ചർച്ചകളുടെ നൈരന്തര്യത്തിലൂടെ പിന്നീട് നമുക്ക് ഒരു സുപ്രഭാതം എന്ന ഒരു പത്രമായി പിൽക്കാലത്ത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. അതിന് ആദ്യത്തെ വിത്തിട്ടയാൾ എന്ന നിലക്ക് ആലിക്കുട്ടി ഉസ്താദ് സ്മരിക്കപ്പെടുക എന്നത് ഈ ഒരു അന്തരീക്ഷത്തിന്റെ കൂടി സവിശേഷതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഉസ്താദ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി ഞങ്ങൾ ജാമിഅ നൂരിയയിൽ പഠിക്കുമ്പോഴാണ് കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി ഉസ്താദ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോ പതിവിന് വിരുദ്ധമായി അന്ന് ഹജ്ജ് കമ്മിറ്റിയിൽ പുതിയൊരു തീരുമാനമെടുത്തു. സാധാരണഗതിയിൽ ജിദ്ദയിലേക്കാണ് ഇവിടെ നിന്ന് ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് പോകാറുള്ളത്. പക്ഷേ ഉസ്താദ് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയപ്പോ മദീനയിലേക്ക് ആദ്യമായി ഗവൺമെന്റ് ഹാജിമാർ പോവുക എന്ന ഒരു തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ടും ഹജ്ജ് കമ്മിറ്റി എന്ന നിലക്ക് മുസ്ലിം സമൂഹത്തിലെ അവാന്തര വിഭാഗങ്ങളായ പല കക്ഷികളും അവിടെ ഉണ്ടായിരുന്നു. ഉസ്താദ് ഒരിക്കൽ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, എടോ, ഞാൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായപ്പോ മദീനത്തേക്ക് വരാൻ മടിയുള്ള ആൾക്കാരൊക്കെ ആദ്യമായി ഞാൻ മദീനത്തേക്ക് കൊണ്ടുപോയി. മദീനത്തേക്ക് വന്നിട്ടേ ഒരു മക്കത്തേക്ക് പോവുള്ളൂ. ഒരു ആദർശ പ്രതിബദ്ധതയുടെ, മദീനയിലേക്ക് ഹജ്ജിന് പോകുന്ന ആളുകൾ മദീനയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പ്രസംഗിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ അവർക്ക് പോലും സ്വീകാര്യമായ രീതിയിൽ വളരെ തന്ത്രപരമായി, വളരെ നേതൃപാടവത്തോടുകൂടി ഉസ്താദ് ഹജ്ജ് കമ്മിറ്റി ചെയർമാനായപ്പോൾ തീരുമാനം കൊണ്ടുവരുന്നു. ഈ പ്രാവശ്യം മുതൽ നമ്മൾ ജിദ്ദയിലെയും മറ്റുമൊക്കെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ഹാജിമാർ മദീനയിലേക്ക് ആദ്യം പോകുക, ഗവൺമെന്റ് ഹാജിമാർ. അതിലൂടെ മദീന സിയാറത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകാനുള്ള ശ്രമം. ഒരു നേതാവിന് എങ്ങനെ ഹിക്മത്തിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നതിന്റെ ഒരു മനോഹരമായ ഒരു ഉദാഹരണമായിട്ട് പലപ്പോഴും അത് തോന്നാറുണ്ട്. അതുപോലെ തന്നെ ആഗോള പണ്ഡിതന്മാരുമായിട്ടുള്ള, പ്രത്യേകിച്ച് സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി 1978 അദ്ദേഹം സുന്നി യുവജന സംഘത്തിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വന്നു. ജാമിഅ നൂരിയയിൽ വന്നു. ജാമിഅ നൂരിയയിൽ വന്നപ്പോൾ 1978 ജാമിഅയുടെ ക്യാമ്പസിൽ അലവി മാലിക്കിക്ക് സ്വാഗത ഭാഷണം നടത്തിയതും അദ്ദേഹത്തിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും ഷെയ്ഖുൽ ജാമിഅയായിരുന്നു. പിന്നീട് 81 മുതൽ അലവി മാലിക്കിയുമായിട്ടുള്ള ആ വലിയ ബന്ധം, അദ്ദേഹത്തിന് ഹജ്ജിനൊക്കെ പോകുമ്പോ അവിടുത്തെ ദർസിലിരുന്ന്, അതേപോലെ അദ്ദേഹം മാലിക്കി മദ്ഹബുകാരനാണ്, പക്ഷേ അവിടുത്തെ ദർസിലിരുന്ന് പ്രത്യേകിച്ച് ഉസ്താദുമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത് കൊണ്ട് അദ്ദേഹം മഹാപണ്ഡിതനായിട്ടും ഉസ്താദ് മുന്നിലിരിക്കുമ്പോ ഈ വിഷയത്തിൽ നിങ്ങൾ ഷാഫിഈകൾ ഇങ്ങനെയല്ലേ പറയുന്നത് എന്ന് അഭിമാനത്തോടെ ഉസ്താദിനോട് ചോദിക്കുന്നതും ഒക്കെ ഉസ്താദ് വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്. അവസാനമായി അദ്ദേഹം
3 പോയപ്പോഴാണ് അലവി മാലിക് വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് ഹജ്ജിന് പോയപ്പോഴ് അദ്ദേഹത്തിന്റെ തലപ്പാവ്, ആദ്യമൊക്കെ നമ്മളൊക്കെ കാണുന്ന ആലിക്കുട്ടി ഉസ്താദിന്റെ ഒരു തലപ്പാവുണ്ട്, തൊപ്പിയില്ലാത്തൊരു തലപ്പാവായിരുന്നു ആദ്യം നമ്മൾ കണ്ടിരുന്നത്. അലവി മാലിക് ആ തലപ്പാവ് ഊരിയിട്ട് ആ തലയിലൊന്ന് തട്ടിയിട്ട് ഉസ്താദ് പറയുന്നുണ്ടത്, തട്ടിയിട്ട് അദ്ദേഹം തൊപ്പി വെച്ചു കൊടുത്തു. എന്നിട്ട് തൊപ്പി വെച്ചിട്ട് അതിന്റെ മേലെ തലയിൽ കെട്ടിക്കൊടുത്തു. പിന്നെ ഉസ്താദ് ആ ഒരു ശൈലിയാണ് പിന്തുടർന്നത്. ഉസ്താദ് പലപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട്, അലവി മാലിക് എന്റെ ആ തലയിലൊന്ന് തട്ടിയതിനു ശേഷം പിന്നെ എന്റെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വല്ലാത്ത ഔന്നിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. ഞാനിത് പറഞ്ഞു വരുന്നത് ലോകത്തെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മനുഷ്യരോട്, അറബികളോടും അനറബികളോടും, നോർത്ത് ഇന്ത്യയിലെ ഇപ്പൊ ഉസ്താദ് ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് 2006. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു തലപ്പാവ് വെച്ച, താടി വെച്ച ഒരു ഉസ്താദ് ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സന്ദർഭം വന്നപ്പോ അവിടെ ഒരു പരാതി വന്നു, ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പരാതി വന്നു. ആ പരാതി വന്ന സന്ദർഭത്തിൽ അന്ന് അസമിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അൻവാറ തൈമൂർ, അവര് രാജ്യസഭാ MP ഒക്കെ ആയിരുന്നു, അൻവാറ തൈമൂർ ഇടപെട്ടിട്ട് പറഞ്ഞു, ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നോ? ഞങ്ങൾ 10 മിനിറ്റ് മുമ്പ് ഇദ്ദേഹത്തോട് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹം ഇംഗ്ലീഷിലാണല്ലോ മറുപടി പറഞ്ഞത്. അത് പലപ്പോഴും അഭിമാനത്തോടെ ഈ സംഭവങ്ങൾ പറയാറുണ്ട്. അപ്പോൾ കാലത്തിനനുസരിച്ച്, സമൂഹത്തിനനുസരിച്ച് എന്തൊക്കെയാണോ ഈ ജനതയ്ക്ക് വേണ്ടത് എങ്കിൽ വേണ്ടത് വേണ്ടയളവിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാനും ഈ ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഷെയ്ഖുനക്ക് സാധിച്ചു. അള്ളാഹു അവിടുത്തോടൊപ്പം നമ്മളെ നാളെ റബ്ബിന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.